മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റ. ഇവിടെ അല്ലദീ ജഅല ലക്കുമുൽ അർദ മഹ്ദ, ഭൂമിയെ മഹ്ദാക്കിയവനാകുന്നു ആര്? എൻ്റെ റബ്ബ്. വസലക ലക്കും ഫീഹാ സുബുല, അതിൽ നിങ്ങൾക്കായി വഴികൾ നിശ്ചയിക്കുകയും വഅൻസല മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ്നാ ബിഹി അസ്വാജൻ മിൻ നബാതിൻ ശത്ത, അല്ലേ? സമാഇൽ നിന്ന് വെള്ളമിറക്കി അതുകൊണ്ട് അസ്വാജൻ മിൻ നബാതിൻ ശത്ത, അല്ലേ? വ്യത്യസ്തങ്ങളായ സസ്യലതാദികളിൽ നിന്നുള്ള അസ്വാജിനെ അവൻ നാം പുറത്തു കൊണ്ടുവന്ന ഒന്നാണ്. ആ വിഷയങ്ങളൊക്കെ നമ്മൾ പറഞ്ഞല്ലേ. പിന്നെ അസ്വാജ് മിൻ നബാതിൻ ശത്ത, നബാതിൻ ശത്ത എന്ന് പറഞ്ഞെങ്കിൽ വ്യത്യസ്ത സസ്യലതാദികൾ. കുലു വർഔ അൻആമകും ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഉലിൻ നുഹ, നിങ്ങൾ ഭക്ഷിക്കുക. വർഔ അൻആമകും, നിങ്ങളുടെ കാലികളെ നിങ്ങൾ വർഔ നമ്മളെന്താ പറഞ്ഞത്? മേക്കുകയും ചെയ്യുക, അല്ലേ? ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഉലിൻ നുഹ. ഇവിടെ കുലു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്ഷിക്കുക. കാരണം ഈ സസ്യലതാദികൾ ഉൽപ്പാദിപ്പിച്ചതിൻ്റെ പ്രധാന ലക്ഷ്യം എന്താ? തിന്നുക എന്നുള്ളത് തന്നെയാണ്. ആളുകൾക്ക് ഭക്ഷണം എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന ലക്ഷ്യം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തി കുലു എന്നുള്ളത്. അതില്ല എങ്കിൽ ഈ സസ്യലതാദികൾക്ക് പല ധർമ്മങ്ങളും ഇല്ലേ. ഉദാഹരണത്തിന് സസ്യലതാദികൾ എന്തിനാ പിന്നെ ഉപയോഗിക്കുക? ഭക്ഷണമല്ലാതെ ഔഷധമായിട്ട്, അല്ലേ? മരുന്നൊക്കെ ആയിട്ട് മറ്റ് പലതിനും ഉപയോഗിക്കും. അതേപോലെ തന്നെ ഇപ്പം വീടുകൾ വരെ, അല്ലേ? സസ്യലതാദികൾ കൊണ്ട് വീടുകൾ പല കാര്യങ്ങളുണ്ടാക്കും. നബി പറഞ്ഞില്ലേ, മൻ അകല കുല്ല യൗമിൻ സബ്അ തമറാത്തിൻ അജ്വതൻ മിമ്മാ ബൈന ലാബതൈഹാ അലർ-റീഖ് ലം യദുർറഹു സിഹ്റുൻ വലാ സുമ്മുൻ ഹത്താ യുംസി. എന്താ? മൻ അകല, വല്ലവർ തിന്നാൽ, കുല്ലയൂമിൻ, എന്താ കുല്ലയൂമിൻ? ഡെയിലി, എല്ലാ ദിവസവും. എന്ത് തിന്നാൽ? സബ്അ തമറാത്തിൻ, സബ്അ തമറാത്തിൻ എന്ന് പറഞ്ഞാൽ 7 കാരക്കകൾ. അജ്വതൻ, എന്താ? അജ്വയായിട്ടുള്ള കാരക്കകൾ. മിമ്മാ ബൈന ലാബതൈഹ, മദീനയുടെ 2 ലാബകൾക്കിടയിലുള്ള അജ്വ കാരക്ക. മദീനയുടെ 2 ലാബ എന്ന് പറഞ്ഞാൽ മദീനയുടെ 2 അതിർത്തികളാണ്. ഒന്ന് ലാബ അൽ ഗർബിയ, മറ്റൊന്ന് ലാബ ഷർഖിയ. അതിൻ്റെ അടിയിലാണ് മദീന. അതിലുള്ള അജ്വ തിന്നണം. അലർ-റീഖ് എന്ന് പറഞ്ഞാൽ എന്താ? അലർ-റീഖ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഉമിനീരിൽ കഴിക്കാന്നറിയില്ലേ? ഉമിനീരിൽ കഴിക്കാന്നാൽ വേറൊന്നും തിന്നാതെ ഇത് കഴിക്കാന്നർത്ഥം. അപ്പോഴാണെന്ത്? ലം യദുർറഹു ദാലിക്കലിയോ സുമ്മുൻ വലാ സിഹ്റുൻ, വിഷം ഉപദ്രവമാകാതിരിക്കുക, സിഹ്ർ ഉപദ്രവകരമാകാതിരിക്കുക എന്നാണ്. അപ്പോൾ ആ ഹദീസിൻ്റെ 2 വ്യത്യസ്ത പ്രയോഗങ്ങൾ ഒന്നിച്ചെടുത്ത് പറഞ്ഞു എന്നുള്ളൂ. ഒരാൾ അത് അക്കല കഴിക്കണം. മൻ അക്കല കുല്ലയോ, എല്ലാ ദിവസവും. സബ്അ തമറാത്ത്, 7 എണ്ണം. തമറാത്തിൻ അജ്വതൻ, അജ്വയായിട്ടുള്ള തമ്ര കഴിക്കണം. പിന്നെ അപ്പോൾ അത് തമ്രായിരിക്കണം, അജ്വയായിരിക്കണം. മിമ്മാ ബൈന ലാബതൈഹ, മദീനയിൽ നിന്നുള്ള അജ്വയായിരിക്കണം. അലർ-റീഖ്, അത് റീഖിൽ കഴിക്കണം. റീഖ് എന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊന്നും കഴിക്കാതെ ഇത് ഉമിനീരിൽ കഴിക്കണം എന്നുള്ളതാണ്. ചില എയർപോർട്ടിൽ മൻ തസബ്ബഹ, രാവിലെ കഴിക്കണം എന്നാണ്. രാവിലെ കഴിക്കുന്നവർക്ക് പിന്നെ മസായിൽ കഴിക്കുന്നവർക്ക് രാവിലെ വരെ എന്നുള്ളതും നിവേദനത്തിലുണ്ട്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചാൽ ഈ നബാത്തുൻ ശത്ത, അതിപ്പോൾ നമ്മളൊരു അജ്വൻ്റെ മാത്രം വിഷയമാണ് പറഞ്ഞത്. അതേപോലെ ഓരോ കാരക്കൊക്കെ അതിൻ്റെതായ ധർമ്മമുണ്ട്. പിന്നെ ബുർണി മദീനയുള്ളൊരു കാരക്കയാണ്. ബുർണി സ്വർഗത്തിൽ നിന്നുള്ള കാരക്ക എന്നങ്ങാണ്ട് അതിൻ്റെ ഒരു പ്രത്യേകത. അൽ ബുർണിയു. കുലു നമ്മൾ പറഞ്ഞത് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കുലു എന്നാണ് പറഞ്ഞത്. പക്ഷേ കുലു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇതിൻ്റെ പ്രധാന ഇതെന്താണ്? ധർമ്മം ആളുകൾക്ക് അത് ഉപജീവനാണ്, അന്നാണെന്നുള്ളതാണ്. പിന്നെ വർഔ അൻആമകും ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഉലിൻ നുഹ.